നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാനിച്ച് നമ്മുടെ കേരളത്തിലെ ട്രാൻസ്പോർട്ട് മന്ത്രി KSRTC ട്രാൻസ്പോർട്ട് മന്ത്രി CP ജോൺ അവറുകൾ ഇന്നൊരു കാര്യം സൂചിപ്പിച്ചു. കാരണം ഈ ലൈസൻസ് വേണ്ടാത്ത, ഹെൽമെറ്റ് വേണ്ടാത്ത ഇലക്ട്രിക് സ്കൂട്ടറുകൾ ലൈസൻസ് വേണമെന്ന് കിട്ടും. ഹെൽമെറ്റ് വയ്ക്കുക എന്നുള്ളത് അവരുടെ സുരക്ഷ കൂടിയാണല്ലോ. അത് ചെറിയ വണ്ടിയായാലും ഏത് വണ്ടിയായാലും ഹെൽമെറ്റ് പരിധി വരെ ഒരു താങ്ങ് തന്നെയാണ്. വാസ്തവത്തിൽ ഹെൽമെറ്റിൻ്റെ ഈ നിയമം ആദ്യമായിട്ട് കൊണ്ടുവന്നത് പഞ്ചാബിലും ഹരിയാനയിലെയും ഹെൽമെറ്റ് കമ്പനിക്ക് വിൽക്കാൻ വേണ്ടി 10,000 കോടിയുടെ കച്ചവടം കേരളത്തിൽ നടത്തി. അതിൻ്റെ ഷെയർ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഏതായാലും ഒന്നിന് പകരം 2 പുറകിലുള്ളവർക്ക് വയ്ക്കാൻ തീരുമാനിച്ചു. ആദ്യം നമ്മളതിനെ എതിർത്താണ്. 2 ഹെൽമെറ്റ് വയ്ക്കാൻ സംവിധാനം ഇല്ലാത്ത സ്കൂട്ടർ ഉള്ള കാലത്ത് 2 പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിരാഹാരമൊക്കെ ഇരുത്. അത് തൽക്കാലം അങ്ങനെ പെൻഡിങ്ങിൽ വെച്ച് വീണ്ടും ഗവൺമെൻറ് ഓർഡറാക്കി. ഓക്കെ, നമുക്ക് സമ്മതിക്കാം, കുഴപ്പമൊന്നുമില്ല, കാരണം സുരക്ഷിത ഉണ്ടില്ല. അപ്പോൾ ഹെൽമെറ്റ് വേണമെന്നാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത്. അതിനോട് ഞങ്ങൾ 100% യോജിക്കുകയാണ്. എന്നറിയുമോ, കാര്യം ഫാഷനാണ്, സൗകര്യമാണ്, ഹെൽമെറ്റ് വയ്ക്കുക, ചെത്തി കണക്കാക്കി ചെയ്യാം. പക്ഷേ തലയല്ലേ വലുത്. അതോട് നമ്മൾ 100% ആ മന്ത്രിയോടും ഈ മന്ത്രിസഭയോടും നമ്മൾ യോജിക്കുകയാണ്. അപ്പോൾ സ്കൂട്ടർ ലൈസൻസ് വേണ്ട സ്കൂട്ടറാണെങ്കിലും ഹെൽമെറ്റ് വയ്ക്കുന്നത് അവരവരെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. അതല്ല, ഇപ്പോൾ മന്ത്രി ചെയ്യേണ്ട കാര്യം ഈ ഹെൽമെറ്റ് വച്ചതിന് ശേഷം, അല്ലെങ്കിൽ നിർബന്ധമാക്കിയതിന് ശേഷം 2 വീലർ അപകടങ്ങളെക്കുറിച്ച് അതിന് മുൻപും അതിന് ശേഷമുള്ള ഒരു പഠനം നടത്തിയത് നന്നായിരിക്കും. മറ്റൊന്ന്, നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി 2 കാര്യം പുള്ളി പറഞ്ഞു. ഒന്ന്, സ്കൂളുകളിൽ ജാതി വേണ്ട, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അപേക്ഷയിലൊന്നും ജാതി പറയണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അത് എന്തുമാത്രം ശരിയാവുന്ന ഒന്നുകൂടി റീതിങ്ക് ചെയ്യേണ്ടി വരും. പെട്ടെന്ന് ജാതി വേണ്ടൊക്കെ പറഞ്ഞാൽ നിരീശ്വരവാദത്തിലേക്ക് പോകില്ല ഇത്. അപ്പോൾ അത് കുറച്ചുകൂടി മതവിശ്വാസികളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാക്കുന്ന കാര്യമാണെന്നുള്ളത് ചർച്ച ചെയ്യുന്നതായിരിക്കും. ഞാനത് അന്ധമായിട്ട് എതിർക്കല്ല, പക്ഷെ അത് ഒന്നുകൂടി ചർച്ച ചെയ്ത് ചെയ്യാവുള്ളൂ. അല്ല, അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു. ഇനി വാങ്ങുന്ന വണ്ടികളിൽ AC ബസ്സാണ് വാങ്ങുന്നത്. AC എല്ലാവരും സുഖിക്കട്ടെ, അല്ല എല്ലാവരും AC ആസ്വദിക്കട്ടെ എന്ന്. എൻ്റെ പൊന്ന് സാറ്, AC വണ്ടിയിൽ ചാർജും സാധാ വണ്ടി ചാർജ് 1:3 എങ്കിലുണ്ട്. 10 ഉള്ളിടത്ത് 30 രൂപ ഒരു AC വണ്ടിയിൽ. നമുക്ക് കേരളത്തിലേക്ക് ലോ ഫ്ലോർ വണ്ടിയൊക്കെ പോകുന്നുണ്ടല്ലോ. അതൊക്കെ ഏതാണ്ട് സാധാരണ റേറ്റിൽ നിന്ന് 1 ATM 100 AT, 150 1.5 AT, 170 AT, 2 AT കൂടുതലുണ്ട്. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കണ്ടേ? സാധാരണക്കാർ യാത്ര ചെയ്യണ്ടേ? സമ്പന്നർക്ക് മാത്രം ചിന്തിച്ചാൽ പോലും. അപ്പോൾ ഈ അരാഷ്ട്രീയവാദിക്കാരായ നേതാക്കൾ രാഷ്ട്രീയത്തിൽ വരികയും വേണ്ടത്ര പ്രാഗൽഭ്യം അല്ലെങ്കിൽ വേണ്ടത്ര ചിന്താശക്തി ഇല്ലാതെ ഓരോരോ നിയമം ഉണ്ടാക്കുകയും ചെയ്യും. അത് ജനങ്ങൾക്ക് താങ്ങുന്നതിനേക്കാൾ കൂടുതലാണെന്നുള്ള ഒരു അഭിപ്രായമാണ്. ഇതൊക്കെ പറയുന്നത് നിയമമാക്കിയതിനെ കുറിച്ച് എതിർക്കല്ല, ഒന്നും കൂടി റീതിങ്ക് ചെയ്തിട്ടാണ് നിയമമാക്കുന്നത്. നിയമം വന്നത് പിന്നെ സത്യതായില്ലേ. വേറൊരു കാര്യം പറയുന്നത്, നമ്മളിപ്പോൾ ഈ പാലാരിവട്ട കളമശ്ശേരിയിൽ നിന്ന് പൊന്നുന്നി വഴി തൃപ്പൂണിത്തുറയ്ക്ക് പോകുന്ന ഒരു ബൈപ്പാസ് റെയിൽവേ ലൈൻ വേണമെന്ന് പറഞ്ഞ് നമ്മളൊരു 3 വർഷം മുൻപ് നമ്മുടെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലെ ജനറൽ മാനേജറെ കണ്ടൊക്കെ നിവേദനം കൊടുത്തവരൊക്കെ അംഗീകരിച്ചുമാണ്. പക്ഷെ ഇപ്പോൾ പുതിയ ഈ ഹൈ സ്പീഡ് റെയിൽവേ, ആ റെയിൽ വരുമ്പോൾ എറണാകുളത്ത് 2 സ്റ്റേഷൻ ഒഴിവാക്കിക്കൊണ്ട് നേരെ പാലാരിത്ത് മാത്രമേ സ്റ്റേഷനുള്ളൂ. തൃപ്പൂണിത്തുറ സ്റ്റേഷനില്ല, വൈക്കം മറ്റോ കഴിഞ്ഞാൽ പിന്നെയുള്ള പാലായിട്ട് മാത്രമേ ഉള്ളൂ. കുറച്ച് സ്റ്റേഷനുള്ളൂ. അപ്പോൾ ഏതാണ്ട് ഈ പാരലൽ ലൈൻ പോലെ കളമശ്ശേരി വഴി നേരിട്ട് പോകും. അതും ഒരു ചെറിയ തീരുമാനമായിട്ടുണ്ട്. മാത്രമല്ല, പൊന്നുന്നി റെയിൽവേ സ്റ്റേഷൻ പൊന്നുന്നി വികസിപ്പിച്ച് നല്ലൊരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കാൻ പരിപാടി. അത് നമ്മൾ MPയുടെയൊക്കെ ശ്രമമുണ്ട്. അങ്ങനെ അതും ഞങ്ങൾ നേരത്തെ പറഞ്ഞ നിർദ്ദേശങ്ങളുള്ളതാണ്, അത് നടക്കാണ്. അതൊക്കെ കൊച്ചു കാര്യങ്ങൾ. മറ്റു വലിയ കാര്യം, ഇപ്പോൾ കേരളം ഭരിക്കുന്ന UDF ആണ്. 10 വർഷത്തെ നിരന്തരമായ ജനവിരുദ്ധ ഭരണവും സ്വാർത്ഥ താല്പര്യവും ഏകാധിപതിയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പിണറായി സർക്കാർ പോകുക നിങ്ങൾക്കറിയാം. പിണറായി സർക്കാർ ആദ്യത്തേക്ക് നല്ല മനുഷ്യന് കുഴപ്പമില്ല, അത് ശരി വളരെ മോശം. ഇപ്പം തന്നെ പ്രതിപക്ഷ നേതാവായിട്ടും വിമാനത്തിൽ വരാത്തതിൻ്റെ പേരിൽ ശ്രീകുമാറിൻ്റെ സസ്പെൻഡ് ചെയ്യിക്കുക അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതിനുശേഷം സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം, സതീശനെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ നിരാകരിക്കുന്നതൊക്കെ പറഞ്ഞാണ് അത് പിന്നെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കി. ഇപ്പോൾ ഭരിക്കുന്നതിൻ്റെ ആ രീതി കണ്ടാൽ
CPM-ൽ ഒരു വിഭാഗവും BJP-യിൽ ഒരു വിഭാഗവും കോൺഗ്രസ് ഒരു വിഭാഗവും ചേർന്നുള്ള ഒരു കൂട്ടായ ഭരണമാണ് എന്ന് പറയേണ്ടി വരും. പല കാര്യങ്ങളും അങ്ങനെയാണ്. CPM-ൽ നിന്ന് പലരും ആക്കുന്നില്ല. അതുപോലെ BJP-യിൽ അനുഭാവികളുടെ അവരും ആക്കുന്നില്ല, കോൺഗ്രസ് തന്നെ. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ UDF ഗവൺമെൻറ്റിനും സതീശനും എന്തോ ചെറിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പം നമ്മൾ വേറൊരു കാര്യം പറഞ്ഞാൽ അവിടെയാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. പ്രത്യേകിച്ച് കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ. ഞാൻ ഈ ബഹുജൻ സമാജ് പാർട്ടിയിൽ ഞാൻ പല ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, 10-20 വർഷം ഉണ്ടായതാണ്. അപ്പോൾ ഞാനതൊരു വിഭാഗത്ത് ആക്ഷേപിക്കല്ല, എങ്കിലും ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ചില വെളുത്ത പെൺകുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ ആ പ്രദേശ ചെറുപ്പക്കാരൊക്കെ പ്രവർത്തനം അതോടനുബന്ധിച്ചായി അങ്ങനെ പ്രവർത്തിച്ച് അവസാനം ആ കുട്ടിയെ ഗർഭിണിയാക്കി നാശിച്ച് ആ കുട്ടിയെ നശിപ്പിക്കും, വീട് നശിപ്പിക്കും, പിന്നെ ആ പ്രവർത്തനം മോശമാക്കി. അതേ സ്ഥാനത്ത് അതുപോലെ നമ്മുടെ ഈ കൊച്ചു കേരളം ഇന്ന് ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണി ഭരിക്കുന്ന 2 സ്റ്റേറ്റ് ഉള്ളതിൽ ഒന്ന് കർണാടകയും ഒന്ന് കേരളമാണ്. വടക്കേന്ത്യ ചിലതൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയുള്ള ആന്ധ്രയിലുണ്ടെങ്കിലും ഇതൊക്കെ വ്യത്യാസമുണ്ട്. കൊച്ചു കേരളത്തിൽ എടുത്താൽ ആകെ ഒരു തുരുത്ത് കോൺഗ്രസ് സംബന്ധിച്ച് കൊച്ചു കേരളമാണ്. എത്രയുണ്ട്? ആകെ ജനസംഖ്യ 2% 150 കോടി ഉണ്ട്. 3 കോടിയാണെങ്കിൽ 2 1 3 15 40 2% ഈ 2% ജനങ്ങൾ മാത്രം കൊച്ചു കേരളത്തിൽ വന്ന് കോൺഗ്രസ് ആളായി, സതീശൻ മുഖ്യമന്ത്രിയായി, ഇനി കേസിക്ക് മുഖ്യമന്ത്രിയാകണം, രമേശ് മുഖ്യമന്ത്രിയാകണം, അങ്ങനെ തന്നെ കുറേ പേർക്ക് മുഖ്യമന്ത്രിയാകണം. ആകെ ഒരു ചെറിയ തുരുത്ത്, ബാക്കി 98 പിന്നെ ജനങ്ങളും വേറെയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കോൺഗ്രസ് രാഹുൽ ഗാന്ധി പുകഴ്ത്തി ചില ചാല് പറയുന്നത് മഹാനാണ്, വലിയാണ് കോൺഗ്രസ്, അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ കണക്ക് നോക്കണം സാർ. എനിക്ക് രാഹുൽ ഗാന്ധിയോട് ഒന്നും യാതൊരു ഇഷ്ടക്കുറവില്ല, കാരണം ആൾ പെർഫെക്റ്റ് ജെന്റിൽമാനാണ്. അത് രാഷ്ട്രീയം പറ്റില്ല. നോക്കി കഴിഞ്ഞ 2024 ഇപ്പോൾ 26 2 വർഷം കഴിഞ്ഞില്ലേ, 24 291 സീറ്റാണ് അവർക്ക് ആകെ ഉള്ളത്. 543 കോൺഗ്രസ് ഏതാണ്ട് 240 സീറ്റ്. ഇന്നിപ്പോൾ അവർ ഒന്നൊന്ന് അവർക്ക് എത്രയാണെന്നറിയോ? 324 ഇപ്പോൾ ആയിക്കഴിഞ്ഞു. അത് 347 വരെ സാധ്യതയുണ്ട്. അക്കൂട്ടത്തിൽ ഒരു 3-2 കിട്ടി 360 സീറ്റ് വേണം. അപ്പോൾ DMK മാറി നിൽക്കുകയാണെങ്കിൽ 3-2 ഭൂരിപക്ഷത്തോടെ BJPക്ക് എന്ത് നിയമം മാറ്റാം, ഭരണഘടനയിൽ മാറ്റാം. എടോ കോൺഗ്രസ്സുകാർ, ഞാൻ കോൺഗ്രസ് പറയുമെങ്കിലും ഇന്ത്യയിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ പാർട്ടിയാണല്ലോ, മെയിൻ പാർട്ടിയാണല്ലോ കോൺഗ്രസ്. നിങ്ങൾ എവിടെ വായി പൊളിച്ചിരിക്കുകയാണ്? നിങ്ങൾ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ നിങ്ങളുടെ അവസ്ഥ എന്ന്? പ്രതിപക്ഷ പാർട്ടി നില എന്താണെന്ന് ഇന്ത്യയിൽ? RJD പിന്നെ എല്ലാ പാർട്ടിയും BJP പിളർത്തി അവർ MP-മാരെ കൊണ്ടുവന്നു. അതിനൊക്കെ പ്രധാന കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളാണ്. എന്താണ് പ്രതിപക്ഷ പാർട്ടികൾ പറയാൻ കാരണം? നിങ്ങൾ ആലോചിച്ച് നോക്കി. ലാലുവിൻ്റെ മോൻ, മുലായത്തിൻ്റെ മോൻ, ആന്ധ്രയിൽ തെലുങ്ക് ദേശമുണ്ട്, പിന്നെ ഇപ്പം BJP നിൽക്കുകയാണ്. അങ്ങനെ എല്ലാം മക്കളെ കൊണ്ടുവരികയാണ്. മക്കളെ കൊണ്ട് ആദ്യമായിട്ട് കൊണ്ടുവന്ന ആരായിട്ട്? കോൺഗ്രസ് ആണല്ലോ. അതിശാളിൽ ഇവരൊക്കെ ഒന്നുള്ളൂ. ഈ മക്കൾ രാഷ്ട്രീയം കൊണ്ടുവന്ന കാലം ഇനി ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. BJPയുടെ തേർവാഴ്ചയാണ് വരാൻ പോകുന്നത്. ഇവൻ കേരളത്തിൽ പോലും ഇപ്പം ഞാൻ പറയാം, ഈ CPM-ൽ ഒരു ഗ്രൂപ്പും കോൺഗ്രസ് ഒരു ഗ്രൂപ്പും BJP ഗ്രൂപ്പും ആണ് ഭരിക്കുന്നെങ്കിലും CPM-ൽ ഒരു ഗ്രൂപ്പും പിന്നെ കോൺഗ്രസ് ഗ്രൂപ്പ് കൂടി ചേർത്ത് BJP ഭരണം ഏൽപ്പിക്കാൻ പോകുന്ന കേരളത്തിൽ പോലും പറയുന്നതാണ് വലിയ സോഷ്യലിസം, മതേതരത്വമാണ് ചെയ്ത് മുഴുവൻ. കാരണം ഇപ്പോഴത്തെ കണ്ടീഷനിൽ എന്ത് ന്യായീകരണമാണ് UDF ഗവൺമെൻറ് ഈ സ്ത്രീകൾക്ക് ബസ് ചാർജ് ഫ്രീ കൊടുക്കാന്നുള്ളത്? എന്തായാലും ലോജിക്ക്, എന്തായാലും നേട്ടം? പാർട്ടികൾ നേട്ടമില്ലെന്ന് ഞാൻ പറഞ്ഞു. കാരണം പാർട്ടി UDF-ന് അധികാരം കിട്ടിയത് ആ ഇതുകൊണ്ടൊന്നുമില്ല. കാരണം അതിങ്ങനെ കിട്ടുന്നത് ആകെ മുന്നോക്ക സമുദായം 4 വിഭാഗം, അവർ 9% ഉള്ളൂ. അതിൽ 65-70% BJPക്കായി, ബാക്കി 30% രണ്ട് പാർട്ടിയിൽ പോയത്. അതാ പറഞ്ഞ 100 ആൾ വന്ന് വോട്ട് ചെയ്യുമ്പോൾ, എടോ സതീശ നിങ്ങൾ മനസ്സിലാക്കണം,
അല്ലെങ്കിൽ മന്ത്രി CP ജോൺ മനസ്സിലാക്കണം, 100 ആൾ വന്ന് വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ടാണ് ഈ നായരുടെ കിട്ടുന്നത്, UDF കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ കാര്യം പറഞ്ഞു, ഇപ്പോൾ ഒരാളാരില്ല. അതേ സ്ഥാനത്ത് ഈഴവൻ SNDP ഈഴവനാണെങ്കിൽ 23%, 24% CPM 85% CPM പോയി. ബാക്കി പങ്കിടുമ്പോൾ 100 ആൾ വന്ന് വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ട് കിട്ടുന്നത്. ക്രിസ്ത്യാനിനും ഏതാണ്ട് തന്നെ 10% ഉള്ളൂ. അതിൽ 100 വോട്ട് ചെയ്യുമ്പോൾ 5 വോട്ട് കിട്ടും. ബാക്കി ദളിതിനൊക്കെ ഒരു വോട്ട് കിട്ടും. അങ്ങനെയൊക്കെ വരുമ്പോൾ 5, 1, 6, 1, 7, 8 വോട്ട് കിട്ടുന്നത്. ബാക്കി 43 വോട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ 30 വോട്ട് കിട്ടിയിരിക്കുന്നത് മുസ്ലിം സമുദായത്തിനാണ്. അവര് വോട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് UDF അധികാരത്തിൽ കയറിയേക്കുന്നത്. അതിൽ ഇടതുപക്ഷ അനുഭാവികളെ കുറെ വോട്ട്, 1-2 വോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വനിതകളുടെ വോട്ട് കിട്ടിയിട്ടാണ് നിങ്ങൾ ജയിച്ചത്. സ്ത്രീകളുടെ വോട്ട് കിട്ടിയിട്ടാണോ UDF ഭൂരിപക്ഷം കിട്ടിയത്? ഞാൻ സതീഷിനോടും പിന്നെ CP ജോണും ചോദിക്കാണ്. ഒന്ന് മുഖ്യമന്ത്രി, ഒന്ന് ട്രാൻസ്പോർട്ട് മന്ത്രി, അതാ ചോദിക്കുന്നത്. അതല്ല കാര്യം. അതുകൊണ്ടല്ല സ്ത്രീകൾക്ക് ബസ് ആനുകൂല്യം കൊടുത്തോണ്ടല്ല വോട്ട് കിട്ടിയ കാര്യം ഇതാണ്. അത് ഒരു ന്യായമില്ലാത്ത കാര്യമാണ്. സ്ത്രീകൾക്ക് ബസ്സിൽ ഫ്രീ കൊടുക്കാതെ എന്ത് മാനദണ്ഡം, എന്താണ് ന്യായം? അത് ഒരു ന്യായമില്ല. അതുകൊണ്ടൊക്കെ തോൽക്കാൻ പോവാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ പ്രതിപക്ഷ പാർട്ടികൾ ഈ അച്ഛൻ മക്കൾ പാരമ്പര്യമായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റും? എങ്ങനെ ഈ ഇത്രയും വലിയ സങ്കീർണമായ, ഇത്രയും വലിയ ശക്തമായ ഒരു ഭരണകക്ഷി ഇന്നിപ്പോൾ കണ്ടില്ലേ? ടെലിഗ്രാം പത്രത്തിൻ്റെ മുൻ പത്രാധിപർ അദ്ദേഹത്തിന് പാസ്പോർട്ട് പുതുക്കി കൊടുത്തിട്ടില്ല. ഇവിടെ സുപ്രീം കോടതിയുണ്ട്, ഒരു ഭരണഘടനയുണ്ട്. ഞാൻ മനസ്സിലാക്കി പറഞ്ഞു, ഞാൻ അഡ്വക്കേറ്റ് ഇല്ല, പക്ഷേ നിയമങ്ങൾ കുറച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. സാമാന്യ ബുദ്ധി വെച്ചു ജനങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കി. ഒരാൾക്ക് നിലവിൽ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ, എല്ലാ വക്കീലന്മാരും ജഡ്ജിമാരും ഒക്കെ കേൾക്കണം, ഞാനിപ്പോൾ തെറ്റുണ്ടെങ്കിൽ തിരുത്താം. ഒരാൾക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അദ്ദേഹം ക്രിമിനൽ കേസ് അല്ലെങ്കിൽ കഠിനമായ ശിക്ഷയുള്ള കേസിൽ പ്രതിനിധിയല്ലെങ്കിൽ പുതുക്കി കൊടുക്കണം. അത് SIT എന്താണ് വോട്ടിംഗ് ലിസ്റ്റ് പേരില്ലാത്തോട്ട് കൊടുക്കൂല എന്ന് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ആരോട് പറയാൻ കൊള്ളാം? നിയമം നോക്ക്. നിലവിൽ ഒരാൾക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ, ഞാൻ മനസ്സിലാക്കിയ നിയമവശാണ്, ഞാൻ മനസ്സിലാക്കിയ വേൾഡ് ലോ വെച്ച് പറയുന്നത്, ഒരാൾക്ക് നിലവിൽ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വൻ ശിക്ഷ വിധിക്കാതെ, ചെറിയ ശിക്ഷയല്ലോ, വലിയ ശിക്ഷ വിധിച്ച ആളാണ് എനിക്ക് കാരണം കൊടുക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ കേസ് ഉണ്ട്, നിലവിൽ കേസ് ഉണ്ടെങ്കിൽ ഇപ്പോഴൊക്കെ അല്ല, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടായില്ല എന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് പാസ്പോർട്ട് പുതുക്കി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ കൊടുക്കും. ഇതിപ്പോ തൽക്കാലം മകളുടെ കല്യാണ സമയം അത് പോകരുത്. കാരണം അദ്ദേഹം ഇത്ര കേന്ദ്ര ഗവൺമെന്റിന് വിരോധിയാണ്. അതാണ് വിഷയം. അത് മനസ്സിലാക്കണ്ടേ? ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, പാസ്പോർട്ട് രേഖയല്ല, തിരിച്ചൽ കാർഡ് രേഖയല്ല, മറ്റു രേഖയിലും മറ്റു രേഖയിലും ഒന്നുമില്ല. എന്ത് രേഖയില്ല, പിന്നെ എന്താ രേഖകളിൽ ചോദിക്കുന്നുണ്ട്? ഇതാ മനസ്സിലാക്കുക. ഇതിൻ്റെയൊക്കെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലും, നമ്മൾ ലാബിലേക്ക് നമ്മൾ ബ്ലഡ് പരിശോധിക്കാൻ കൊടുത്താൽ ലാബുകാരന് ഒന്നുമില്ല, ലാബ് മിഷൻ കാണിക്കുന്നുള്ളൂ. അതിൻ്റെ ഉദ്യോഗസ്ഥർ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മിഷനിൽ കാണിക്കുന്ന പുറത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ എന്താ ഇതിനൊക്കെ കാരണം? ഈ കോൺഗ്രസിൻ്റെ ഈ കുടുംബവാഴ്ച, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കുടുംബവാഴ്ച, അത് തെറ്റാണ്, 100% തെറ്റാണത്. അത് ഈ ലാലുവിൻ്റെ കുടുംബവാഴ്ച, മുലായത്തെ കുടുംബവാഴ്ച, പിന്നെ നമ്മുടെ അർത്ഥശൂന്യമായ മമതയുടെ പ്രവർത്തനം, CPMൻ്റെ ബുദ്ധിമോശം, ഇതൊക്കെ കൊണ്ടാണ് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്. അവർ എല്ലാ പാർട്ടിയും പിളർത്തിയില്ലേ? ഇപ്പൊ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി ചരിച്ച അത് പോയി. അവർ ആം ആദ്മി പാർട്ടി എന്താ ചെയ്യുന്നറിയുമോ? അവിടെ പഞ്ചാബുകാരുടെ വോട്ട് കിട്ടൂല എന്ന് കണ്ടപ്പോൾ ഇപ്പോൾ 30% വരുന്ന ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ വേണ്ടി അവർ BJP പോലും പറയാത്ത തീവ്ര വർഗീയതയിലേക്ക് കടന്ന് ഹിന്ദുക്കൾക്ക് പ്രോത്സാഹനം കൊടുക്കാണ്. ഫ്രീ പിന്നെ അമ്പലയാത്രയൊക്കെ ആയിട്ട് തനി തീവ്രവാദം, വർഗീയവാദത്തിലേക്ക്. അപ്പോൾ ആ മാതിരി പോയി മമത ഇങ്ങനെ പോയി.
പിന്നെ ആരോട് ഈ വൃദ്ധന്മാരെ, കാരണം ഈ 90 വയസ്സായ വൃദ്ധന്മാരൊക്കെ മാറ്റിയിട്ട് ഇളം തലമുറ അധികാരത്തിൽ എത്തണം, അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ ശ്രമിക്കുന്നതോടൊപ്പം ഈ പാറ്റ പാർട്ടി യുവാക്കളാണ്, 30 വയസ്സിൽ താഴെ യുവാക്കളെ രംഗത്ത് നിൽക്കുന്നത്. മന്ത്രിസഭയൊക്കെ ഒടിച്ചു വാർക്കാണ്, എല്ലാം മാറ്റാണ്. അപ്പോൾ എന്താ പറയുന്നുണ്ടോ, ഞാൻ പറഞ്ഞല്ലോ, പണ്ട് ജന്മിമാരുടെ കുട്ടികൾ വരുമ്പോൾ ഈ പിന്നോക്കര കുട്ടികൾ എഴുന്നേൽക്കും. കുറേ കഴിഞ്ഞ് അവർ എഴുന്നേൽക്കാതിപ്പോൾ ഈ ജന്മിമാരുടെ കുട്ടികൾ സാറിൻ്റെ പുറകെ വരും. സാറ് വരുമ്പോൾ ഏതായാലും എഴുന്നേൽക്കുമല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് ഇട്ടാതി വെച്ചത്, പിന്നെ അതിപ്പോൾ അതും എഴുന്നേൽക്കാതെ. അതുപോലെ ഒരാളെ മാറ്റി എന്ന് പറഞ്ഞില്ല, അത് പകരം മന്ത്രിസഭ ഞങ്ങൾ മൊത്തത്തിൽ മാറ്റാൻ നോക്കി. ആ കൂട്ടത്തിൽ ഇയാളും പോയി. നിങ്ങൾ എന്ത് നോക്കിയിരുന്നു? ഇത്രയും അനീതി നടന്നിട്ട്, ഇത്രയും തെറ്റായ രീതി നടന്നിട്ട് ഒരു പയ്യനൊക്കെ ഉള്ള ഇതാണ് കണ്ട്. ഇന്നിപ്പോൾ ജയശങ്കർ വക്കീൽ പറഞ്ഞേ, നീറ്റിൽ എഴുതിയ ഉള്ളി പഠിക്കാൻ കിട്ടാത്ത ഉള്ളി അന്മക്ക് എഴുതി വെച്ച് മരിച്ചു എന്നൊക്കെ പറഞ്ഞ സംഭവം. എത്ര എണ്ണം മരിച്ചവരെ? എന്തിനാണ് ഇത്രയും അനീതി നടന്നിട്ട് ഈ രാഹുൽ ഗാന്ധി നയിക്കുന്ന പ്രതിപക്ഷ പാർട്ടി ഇന്ത്യയിൽ ഒരു മുട്ടുസൂചിയുടെ എത്ര ഒരു പ്രതിഷേധം ഉണ്ടാക്കിയോ? സമരം ചെയ്തോ? പ്രശ്നം ഉണ്ടാക്കിയോ? എന്നിട്ട് ഇപ്പോൾ ഈ പാറ്റ വന്നപ്പോൾ CPM-ന്റെ ബേബിയൊക്കെ കൂടി ചെല്ലുന്നുണ്ടല്ലോ. ഇത്രയും കാലം എവിടെയായിരുന്നു? അതാണ് കോൺഗ്രസ് നേതാക്കൾ. കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടി തലപ്പത്ത് കോൺഗ്രസ് അല്ല, അത് കോൺഗ്രസ് പറഞ്ഞത്. കോൺഗ്രസും രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതാവും ഇപ്പോൾ പ്രവൃത്തി വളരെ മോശമാണ്, ഒരു ലോജിക്കില്ലാത്ത രീതിയാണ്. അത് ഞാൻ 540 സീറ്റുള്ളപ്പോൾ അതിൽ ഈ കൊച്ചു കേരളത്തിൽ വന്ന് മുസ്ലിം ലീഗിൻ്റെ കാലിൻ്റെ അടിയിൽ വന്ന് ജയിച്ച് അറമാദിച്ചപ്പോഴും മനസ്സിലായല്ലോ നമ്മുടെ പ്രതിപക്ഷത്തിന് കോൺഗ്രസ് ഇത്രയേ ഉള്ളൂ കപ്പാസിറ്റി എന്ന് ജനങ്ങൾ മനസ്സിലാക്കി, BJP മനസ്സിലാക്കി. അതിനുശേഷം പിന്നെ BJP കോൺഗ്രസ് തൊട്ടിട്ടുമില്ല. അവർക്ക് മനസ്സിലായി അത് എഴുതിത്തള്ളിയ പുസ്തകമാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയും, ഈ മഹാമണ്ടന്മാരും വിഡ്ഢികൾക്കും കഴിവില്ലാത്തവർക്കും പ്രതിപക്ഷ രാഷ്ട്രീയക്കാർക്ക് പോലും മനസ്സിലായിരുന്നാൽ ഇതുവരെയും 541 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യത്തിന് പ്രതിപക്ഷ നേതാവായി ആയിരിക്കുന്ന ആളും AICCയുടെ പ്രസിഡന്റ് ആയിരുന്ന ആളും ഭാവി പ്രധാനമന്ത്രി ആകുമെന്ന് വിചാരിക്കുന്ന ആളുമായ രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിൽ എത്തണമെങ്കിൽ ഈ ലീഗിന്റെ കാലിൻ്റെ അടിയിൽ വന്ന് വയനാട് നിന്ന് മത്സരിക്കേണ്ടി വന്ന ഗതികേട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഴം എത്ര വലുതാണെന്ന് ഈ കോൺഗ്രസ്സുകാർ ഒരു കുഞ്ഞു പോലും മനസ്സിലായില്ല. ഞങ്ങൾ എത്രയോ വർഷം ഇത് പറഞ്ഞുകൊണ്ടിട്ട് നമുക്ക് കോൺഗ്രസിൽ വിരോധമുണ്ടോ? രാഹുൽ ഗാന്ധി വിരോധമുണ്ടോ? ഇന്നലെ സോണിയോട് വിരോധമുണ്ടോ? നമുക്ക് ആരോടും വിരോധമില്ല. പക്ഷെ കാര്യങ്ങൾ മനസ്സിലാക്കിയില്ല, അപകടത്തിലേക്ക് പോണത്. 3-2 ഭൂരിപക്ഷം BJPക്ക് വന്നാൽ എന്തായിരിക്കും ഇവിടെ സ്ഥിതി? വല്ലതും മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ ഭവിഷ്യത്ത് വല്ല കോൺഗ്രസ് നേതാക്കൾ ഈ സതീഷിനൊക്കെ എന്താ മുഖ്യമന്ത്രിയാകണം, KCBയുടെ കേരളത്തിൽ മുഖ്യമന്ത്രിയാകണം, രമേശ് മുഖ്യം, അത് കഴിഞ്ഞ ലക്ഷ്യം അവർക്കില്ല. ഒരു പ്രധാനമന്ത്രി ഒന്നും അവരാകുന്നില്ല. അത് കഴിഞ്ഞ് അവർ ലക്ഷ്യത്തിൻ്റെ പ്രവർത്തനം തീർന്നു, പിന്നെ അവർക്ക് പ്രവർത്തനമൊന്നുമില്ല. ഇപ്പം ഏതാണ്ട് 3 പേർക്ക് 3 വലിയ സ്ഥാനം കിട്ടി. ഇനി അവർക്ക് എന്താണ്? ഇനിയുള്ള കാലം ഉണ്ടാക്കി പൈസയൊക്കെ വെച്ച് ഓടും. ഇവിടെ BJP ഭരിച്ചെന്താ, കോൺഗ്രസ് തോറ്റെന്താ, അവർക്കെന്താ? ഒരു ആത്മാർത്ഥയില്ല. ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്. ഞാനാണെങ്കിൽ ഞങ്ങൾക്ക് പറയാം, അഹങ്കാരം പറയില്ല, ഒരു മനഃശാസ്ത്ര വിദ്യാർത്ഥിയാണ്. എനിക്ക് ധൈര്യമായിട്ടും പറയാം. കാരണം ചിലർ പഠിച്ച് മനഃശാസ്ത്രം പഠിക്കും. എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയ എൻ്റെ ഈ ചിന്തയൊക്കെ. പിന്നെ പരന്ന് വായനയും ഇത്രേ ഉള്ളൂ. സതീശന് ഉൾപ്പെടെ, വേണുഗോപാൽ ഉൾപ്പെടെ, പിന്നെ രമേശ് ഉൾപ്പെടെ ആരും BJP വന്നാലും അവർക്കൊരു ചുക്കില്ല, അവർക്കൊരു ഇതില്ല. അവർ മുഖ്യമന്ത്രി ആകണം. ഇനി വേണുഗോപാലിന് ഒരു ആഗ്രഹമുള്ളത് കേരളത്തിൽ മുഖ്യമന്ത്രി ആയിക്കൊള്ളാതുണ്ട്. സതീഷിൻ്റെ കാര്യം ഇനിയിപ്പോൾ സാധ്യത കുറവ്, അതിനുള്ള പ്രായം ഇനിയിപ്പോൾ ഇതിൽ കിട്ടാതെന്നില്ല. ഇനി KCക്കാണ് സാധ്യതയുള്ളത്. അത് കിട്ടിയ പുള്ളി ഹാപ്പിയായി. വേറെ ഒരു ലക്ഷ്യം അവർക്കല്ല. BJP വന്നാലെന്ത്, രാജ്യം വന്നത് ഏക സിവിൽ കോഡ് വന്നാലെന്ത്, ഇവിടെ കബന്ധങ്ങൾ ഇത് ലക്ഷങ്ങൾ ചത്താലെന്ത്? ഇന്ത്യ വിഭജന കാലത്ത് ഇന്ത്യയിൽ എത്ര ലക്ഷങ്ങൾ ചത്തറിയോ? 2 കൂട്ടം മരിച്ചിട്ടുണ്ട്, ഒരു കൂട്ടം മാത്രമല്ല. ഒരു കൂട്ടം മാത്രം കുറ്റം പറയല്ല, പരസ്പരം. അപ്പോൾ കോടതിയിൽ സാക്ഷിയിൽ പ്രതി പറഞ്ഞു, അപ്പോൾ ഞാൻ അവനെ തല്ലിയില്ലെങ്കിൽ അവൻ എന്നെ തല്ലുമായിരുന്നു, അവിടെ ഞാൻ മുൻകൂർ തല്ലിയിരുന്നു.
പ്രതിയോട് ജഡ്ജി ചോദിച്ചു, നീ എന്താണ് അവന് തല്ലാൻ കാണും? അപ്പം പറഞ്ഞോ, അപ്പോൾ ഞാൻ അവനെ തല്ലിയില്ലെങ്കിൽ അവനെ തല്ലുമോ, ഏതോ മുൻകൂർ തല്ലി. അതുപോലെ മുൻകൂർ കൊല്ലാണ്. അവിടെ ഹിന്ദുക്കളെ കൊന്നു കാണും വിചാരിച്ചിട്ട് ഇപ്പോഴത്തെ ഹിന്ദുക്കളുള്ളൂ. അവിടെ മുസ്ലിങ്ങളെ കൊന്നു കാണുന്നിട്ട് മുസ്ലിങ്ങൾ ഇപ്പോൾ കൊന്നു കാണും. ഒരു ഊഹാപോഹം വെച്ചാണ്. എത്ര ജനങ്ങളുടെ ജീവൻ കളഞ്ഞ്. ഒരു യുദ്ധത്തിൽ മരിക്കണം മനസ്സിലാക്കാം. യുദ്ധം എന്താ പറഞ്ഞാൽ കൊല്ലാനും ചാവാനും തന്നെയാണ്. എത്ര ആൾ പരമാവധി കൊല്ലുന്നു, എത്ര ആൾ സ്വയം മരിക്കുന്നു, അത് സ്വാഭാവികമാണ്. പക്ഷെ അല്ലാത്തവർക്ക് വർഗീയതകളെ പോലെ ഉണ്ടെങ്കിലും നിരപരാധി യുദ്ധത്തിൽ ആദ്യം പട്ടാളക്കാരാണല്ലോ. അവർ പട്ടാളത്തിൽ പോകുമ്പോൾ തന്നെ അറിയാം യുദ്ധത്തിൽ മരിക്കുന്നത്. ഈ നിരപരാധികളെ വഴിയാത്രക്കാരൊക്കെയാണ് കൊല്ലുന്നത്. അവന് ഒരു ബന്ധം ഉണ്ടാവില്ല. അത്താഴപ്പട്ടി കിടക്കുന്ന ജീവിക്കാനുള്ള വഴി മാത്രമല്ല. അത് ഹിന്ദുവിലെ പാവപ്പെട്ട ഹിന്ദു സുഹൃത്തുക്കൾ, അതിൽ പാവപ്പെട്ട മുസ്ലിം സൗകര്യം, അവർക്ക് ഒരു അധികാരം മോഹനമൊന്നുമില്ല. ജീവിക്കണം എന്ന് മാത്രം ലക്ഷ്യമുള്ളൂ. ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ്. അവരാണ് വെറുതെ ഒത്തുകൂടി രണ്ടു കൂട്ടും പരസ്പരം കൊല്ലുന്നത്. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? രാഹുൽ ഗാന്ധിയോ സതീഷോ ഇതുപോലും മനസ്സിലാകുന്നുണ്ടോ? അവരെ കുറിച്ച് വല്ലതും ചിന്തിക്കുന്നുണ്ടോ? അതൊന്നും ഇവർക്ക് ചിന്തയിലേ വരുന്നില്ല. ഈ ലക്ഷങ്ങൾ അങ്ങനെ സംഭവം വന്ന ലക്ഷങ്ങളായ ഹിന്ദുക്കളും മുസ്ലിങ്ങളും മരിക്കും, അല്ലെങ്കിൽ ചത്തുകളെയും കൊന്നുകളെയും എന്നുള്ള കുറച്ച് വലിയ വിഷമം ഈ ഇന്നത്തെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്കുണ്ടോ? കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കുണ്ടോ? അവർക്കെല്ലാം അധികാരം നിലനിർത്തണം. ഇതെന്താണ് UP-യിൽ മുലായം വന്ന് മുലായത്തിൻ്റെ മകനും ഏൽപ്പിച്ച്, ലാലു വന്ന് ലാലിൻ്റെ മകനെ ഏൽപ്പിച്ച്, ഇവിടെ വെള്ളാപ്പള്ളി മകനെ ഏൽപ്പിച്ചല്ലേ. ഇപ്പം എല്ലാവരും ചിലരും മകനെ ഏൽപ്പിക്കാൻ അവർ ഒരുമിച്ച് രാഷ്ട്രീയത്തിൽ വന്നാണ്. അപ്പം അച്ഛനും മകനും ഒരുമിച്ച് രാഷ്ട്രീയത്തിൽ വന്നതാണ്. അപ്പോൾ അച്ഛൻ്റെ നിൽക്കാലെല്ലാം മകനെ രാഷ്ട്രീയം ഏൽപ്പിക്കുക, അത് കുഴപ്പമൊന്നുമില്ല. ഇത് കാലശേഷം ഒരു പരിചയമില്ലാത്ത കൊണ്ടു ഇപ്പോൾ ലാലു അഭിവൃദ്ധിയെ കൊണ്ടു എന്ത് രാഷ്ട്രീയ പരിചയമുണ്ട്? ലാലുവിൻ്റെ ഭാര്യ നിലവിച്ച് വേറെ എന്തെങ്കിലും യോഗ്യത സ്ത്രീക്കുണ്ടോ? മുലായത്തിൻ്റെ മകൻ അഖിലേഷ് യാദവിന് പരിചയമില്ലെന്ന് ഞാൻ പറഞ്ഞെങ്കിലും അതൊക്കെ തൊട്ടടുത്തുള്ള പിള്ള ഇളയച്ചുണ്ടായില്ലേ, അല്ലെങ്കിൽ മുലായത്തിന് അനുജണ്ടായില്ലേ, അയാൾ കൊടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ വേറെ പുറത്തെ ആൾ കൊടുക്കണ്ടേ? ഇപ്പം എന്ത് പറ്റി? അതും നശിച്ച് അത് പിളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരത് പവാർ മകളെ കൊണ്ടുവന്നു, മറ്റാൾ മകളെ ഭാര്യ കൊണ്ടുവന്നു, മറ്റു കൊടുങ്ങനെ എല്ലാം ഈ സ്വന്തക്കാരെ ഇങ്ങനെ കൊണ്ടുവന്ന് നിങ്ങൾ പ്രവർത്തിച്ചാൽ ജനങ്ങൾ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു തീരുമാനം പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇല്ല. ഇന്ത്യയിലെ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് ഒരു താല്പര്യമില്ല, ഒന്നുമില്ല. കഴിയുകൾ പ്രധാനമന്ത്രി ആകാണെങ്കിൽ ആകാം എന്നല്ലാതെ അതിന് പരിഹാരമായിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒറ്റ മാർഗമുള്ളൂ. മരിക്കാതിരിക്കണമെങ്കിൽ ഒരു മാർഗമുള്ളൂ, ജനിക്കാതിരിക്കണം. അത് അപ്രായോഗികമാണല്ലോ. അത് തീരുമാനമല്ല. പക്ഷെ തീരുമാനം എന്താണ് ഇന്ത്യയിൽ? അത് ജയപ്രകാശ് നാരായൺ നടത്തിയിട്ടുണ്ട്. ജയപ്രകാശ് നാരായൺജി, ഞാൻ ബഹുമാനോട് പറയണം, അദ്ദേഹം എന്താ പറഞ്ഞത്? അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസ് തോൽപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു പോയിന്റ് പറഞ്ഞു, 2 പോയിന്റ് പറഞ്ഞു. ഒന്ന്, കോൺഗ്രസ് ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ പ്രസ്ഥാനത്തിലുണ്ടാവും. അങ്ങനെ പുള്ളി പാർട്ടി ഉണ്ടാക്കി, ജനതാദളല്ല, ജനതാ പാർട്ടി. ഞാൻ ഒരു സ്ഥാനവും വഹിക്കില്ല, ഞാൻ നിഷ്പക്ഷമായിട്ട് നിങ്ങൾക്ക് മോഡലായിട്ട് മാതൃകയായിട്ട് നിൽക്കും. അത് പറഞ്ഞ് അദ്ദേഹം മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആക്കിയില്ലേ, കുറേ വർഷം ഭരിച്ചില്ലേ ഇന്ത്യയിൽ. നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ ചിന്ത എടുത്തുകൂടാ? ഈ മണ്ടൻ പൊട്ടൻ രാഹുലിനും ഈ ലാലുവിൻ്റെ മോനും മുലായത്തിൻ്റെ മോനും ഒക്കെ നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ പോയിന്റ് എടുത്തുകൂടാ? ഈ മമതക്ക് എടുത്തുകൂടാ? എന്തുകൊണ്ട് പിണറായിക്ക് എടുത്തുകൂടായിരുന്നു? രാഷ്ട്രീയം അറിയാത്തൊന്നല്ലല്ലോ പിണറായി ഉൾപ്പെടെ, മുലായ ഉൾപ്പെടെ. മുലായം മരിച്ചു, പിന്നെ നമ്മുടെ പശ്ചിമബംഗാളിലെ സ്ത്രീ, അവർക്ക് രാഷ്ട്രീയം അറിയാത്ത ആളൊന്നുമില്ലല്ലോ, രാഷ്ട്രീയത്തിൻ്റെ ഗൗരവം അറിയാമല്ലോ. അവർക്കെങ്കിലും മുൻകൈ എടുത്തിട്ട് BJP ഒഴിച്ച് ബാക്കി എല്ലാവരും ഒരു ശൃംഖല, ഒരു കുടക്കീഴിൽ വെച്ചാൻ പറ്റില്ലെന്നോ? അപ്പം എന്താ സ്വാർത്ഥ താല്പര്യമാണ്? എനിക്ക് പ്രധാനമന്ത്രിയാണ്, ഞാൻ മുഖ്യമന്ത്രിയാണ്, എനിക്ക് പ്രധാനമന്ത്രിയാണ്, അതിനു വേണ്ടിയ കരുക്കൾ നീക്കിയത്. അതാണ് നമ്മുടെ നിതീഷ് കുമാർ വന്നപ്പോഴും അവരെ ആക്കാതെ രാഹുലാക്കാൻ പറഞ്ഞു. രാഹുൽ എന്നറിയാം. അത് നിതീഷ് കൊടുത്തിട്ട് നിതീഷ് വീണ്ടും BJP പോയി. നിതീഷ് അന്നൊരു ചെറിയ സ്ഥാനം കൊടുത്ത് കൂടെ നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ മുന്നണി ഭരിച്ചേനെ. അത് ചരട് വലിച്ച് ആരെന്താ? ഈ ഒറ്റ മോളാണ്, മമതയാണ്. മമതക്ക് നല്ലത് രാഹുൽ വരുന്നതാണ്. കാരണം രാഹുൽ മതി, അപ്പോൾ ഇരിക്കാക്കാം. നിതീഷ് അത് ചിലപ്പോൾ പ്രധാനമന്ത്രി ആയിക്കോടുന്നില്ല. അത് മണ്ടനായ കോൺഗ്രസ് അത് സമ്മതിക്കുകയും ചെയ്തു. അയാൾ പുറത്താക്കി. ഇപ്പോഴത്തെ DMK എത്ര വർഷമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായത്, കോൺഗ്രസ് ഉണ്ടായതാണ്. ആ DMK നിങ്ങൾ മാറ്റി നിർത്തി. ഇപ്പോഴത്തെ DMK എപ്പോഴോ ഒന്നുകിൽ BJPക്ക് അനുകൂലം നിൽക്കും, അല്ലെങ്കിൽ നിഷ്പക്ഷം നിൽക്കും. രണ്ടും പൊന്നിൻ സൂചി കൊണ്ടാലും ഇരുമിൻ സൂചി കൊണ്ട് കണ്ണു പൊട്ടുമ്പോൾ നിഷ്പക്ഷമായിട്ട് നിന്നാലും പ്രതിപക്ഷ പാർട്ടി ക്ഷീണമാണ്,
BJP സപ്പോർട്ട് ചെയ്യാൻ ക്ഷീണമാണ്. മനസ്സിലായോടോ രാഹുലേ, KC വേണുഗോപാൽ മെല്ലും മനസ്സിലായോ? 2 മന്ത്രിസ്ഥാനത്ത് വേണ്ടി അവർക്ക് സപ്പോർട്ട് ചെയ്ത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തോ? ഇന്നലെ കണ്ടുകൂടി ഭരണത്തിന് ചേർന്നത് അവിടെ നിങ്ങളെല്ലാം നേടിയോ? ഒന്നാമത് ഒരു സഖ്യം നിങ്ങൾ കളഞ്ഞില്ലേ? തമിഴ്നാട്ടിൽ പ്രതിപക്ഷം മുന്നേ തകർത്ത് കളഞ്ഞില്ലേ? ഇവിടെ പ്രതിപക്ഷ നേതാക്കൾ, പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകർ, നിങ്ങൾക്ക് എന്താണ് ഇന്ത്യയിൽ നടക്കുന്നതിൽ വല്ല ഊഹമുണ്ടോ? 3-2 ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ പോകുന്ന വല്ല ഊഹമുണ്ടോ? വല്ല ഗ്രാഹ്യമുണ്ടോ? ഇവിടെ മന്ത്രിസ്ഥാനത്ത് വേണ്ടി, മുഖ്യമന്ത്രി സ്ഥാനത്ത് വേണ്ടി കടിപിടി കൂടാണ്. വകുപ്പ് വിഭജിച്ചു വേണ്ടി, ഉദ്യോഗസ്ഥന്മാർ സ്ഥലം മാറ്റുന്ന വേണ്ടിയൊക്കെ കടിപിടി കൂടെ. കേരളത്തിൽ പോലും UDF-ന്റെ ഗ്രൂപ്പുകൾ ഇവിടെ എന്ത് പറയാനാ, ദൈവം കാത്തുരക്ഷിക്കട്ടെ. അപ്പം അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതേവരെ കാണിച്ച് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടിയും കോൺഗ്രസ് കാണിക്കുന്നത് മഹാമണ്ഡത്താണ്. അതിൽ എന്തെങ്കിലും മാറ്റം വരട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. മനുഷ്യരോട് പ്രാർത്ഥിച്ചിട്ട് പിന്നെ ആപേക്ഷിച്ചിട്ട് കാര്യമില്ല. ഒരു ബുദ്ധിയില്ലാത്ത എല്ലാ കഴുതകളും. അതുകൊണ്ട് ഞാൻ വാക്ക് നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.